ഹെയ്ഡൻ നാളെയാണ് പ്രയർ ആക്ടിവിറ്റി. മോൻ്റെ ക്ലാസ്സിന് നാളെ പ്രയർ ആക്ടിവിറ്റി. ഹെയ്ഡന് എന്തിനാണ് സ്പെഷ്യൽ പ്രോഗ്രാമിനുണ്ട്. ഫേമസ് പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ട് പറയാനാ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. അപ്പൊ മമ്മ 5 സെന്റൻസ് വായിക്കാട്ടോ, ടീച്ചർ അയച്ചു തരുന്നുണ്ടേ. അപ്പൊ ഞാൻ ഓരോന്ന് വായിക്കുമ്പോൾ നീ അത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ പഠിക്കാം. Abdul Kalam. Full name is Dr. Abul Pakir Jainulabdin. Abdul Kalam is better known as the father of missiles. എന്താ മിസൈൽസ് മമ്മ? മിസൈൽസ് എന്താ അറിയില്ല അല്ലേ? മിസൈൽസ് എന്ന് വെച്ചാലേ വാറില്ലേ, എന്താ വാർ അറിയില്ലേ? കൺട്രികൾ തമ്മില് വാറ്. നിക്ക് അത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഡാഡ പറഞ്ഞു. അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കേ, അപ്പൊ ഡാഡ പറഞ്ഞുതരും. Hayden, so you want to know about war, right? Yes. Okay. Do you know what is country? Yes. What does it mean by country? Earth. No. India is our country. You might have learned, right? നമ്മുടെ കൺട്രി India is my country. Yes. So India is a country. India is a country. And so do you know any other country? No? So don't you know Canada. Not Canada, Canada, right? Canada. Yeah, so you know Canada. Canada is another country. So this country means it's a geographical area. Okay. So India is a geographical area. Just like India, we have lot of geographical areas. Okay. So Canada is another one. ജിയോഗ്രഫിക്കൽ ഏരിയ കുന്തം എന്തെങ്കിലും മനസ്സിലാവും കുട്ടിക്ക്? ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈത്തനും ജാവയും കൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ നീയാ പറഞ്ഞു കൊടുക്കും. I cannot understand. കണ്ടില്ലേ? എന്തെങ്കിലും മനസ്സിലായടാ? ഞാൻ പറഞ്ഞുതരാം. പിന്നോ നമ്മുടെ അക്ഷയ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ ഇവിടെ ഉള്ള? അക്ഷയ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ 2 ഡോഗ്സ് ഇല്ലേ? അത് കണ്ടിട്ടില്ലേ? അതെന്ത് വാച്ച് ഡോഗ് പോലെയല്ലേ? അവർക്കൊരു ടെറിട്ടറി ഇല്ലേ? അതിന്റെ അപ്പുറത്തെ വീടിന്റെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം ഇപ്പുറത്ത് വരെ അവിടേക്ക് വേറെ പശുവൊക്കെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? പശുവൊക്കെ വരുമ്പോ കുറച്ച് ഫൈറ്റ് ചെയ്ത് ഓടിപ്പിക്കില്ലേ? നമ്മളതിനെ ഒന്നും ചെയ്യില്ലല്ലോ, നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്യാറില്ലേ അവര്? അതുപോലെ അവർക്കൊരു ടെറിട്ടറി ഉണ്ട്, അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വേറെ അറ്റാക്ക് ചെയ്യാൻ ആൾക്കാർ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ കുറച്ച് ബഹളം വെച്ചിട്ട് ഓടിക്കും അല്ലേ? അപ്പൊ അത് അവരുടെ ടെറിട്ടറിയാണ്, അവരുടെ സ്ഥലമാണ്. അതുപോലെ നമ്മുടെ സ്ഥലത്തേക്ക് വേറെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ആൾക്കാർ കയറി വരും വേറെ സ്ഥലത്ത് നിന്ന്. അപ്പോൾ വാർ ഉണ്ടാവും. നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് അതാണ് ഫൈറ്റ് ചെയ്യും. നമ്മളെ അക്ഷയയിലെ അവിടുത്തെ ഡോഗ്, സൂപ്പർ മാർക്കറ്റിന്റെ അവിടുത്തെ ഡോഗ് ഫൈറ്റ് ചെയ്തിട്ട് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് വലിയൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പട്ടാളവും ഒക്കെ, നേവിയും ആർമിയും ഒക്കെ ആയിട്ട് വലിയ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പട്ടാളം അറിയില്ലേ? അതാണ്. അതുപോലെ നേവി ഉണ്ട്. അപ്പോൾ കുറേ ഫൈറ്റ് ചെയ്യാൻ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം തിരിച്ച് ഫൈറ്റ് ചെയ്യും. അപ്പം ഗൺസ് വെച്ചിട്ടും ബോംബ് വെച്ചിട്ടും. ഇപ്പം ബോംബ് കുഞ്ഞു സ്ഥലത്തല്ലേ, ദൂരെ പോയിട്ട് ഇടണ്ടേ? അതിനങ്ങനെ ലോഞ്ച് ചെയ്യാനും ഒക്കെ റോക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ലോഞ്ച് ചെയ്യാനും പ്രത്യേകമായിട്ട് കുറേ ഡിഫിക്കൽട്ടാണ് അത് ലോഞ്ച് ചെയ്യാനൊക്കെ. കറക്റ്റ് ആംഗിളിൽ ഇന്ന സ്ഥലത്ത് പോയി ഇടണ്ടേ? അതാണ് മിസൈൽ. അങ്ങനെ പോയിട്ട് അവിടെ ബോംബ് ഇടുന്നതാണ് മിസൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റാണ് ആര്? അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ ആളായിരുന്നു. വലിയ ബിഗ് ഫേമസ് പേഴ്സണാലിറ്റിയാണ്. അപ്പം അതുകൊണ്ടാണ് അബ്ദുൽ കലാമിനെ എന്ത് വിളിക്കുന്നത്? ഫാദർ ഓഫ് മിസൈൽസ്. I cannot understand that. എഞ്ചിനീയറിംഗ് കോളേജിലുള്ള മനസ്സിലാവുന്നുണ്ടാവും പിള്ളേർക്ക്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി മമ്മ. അപ്പൊ ഈ ഡാഡ പറഞ്ഞ ജോമേട്ടന്റെ കട എവിടെയാ? എടാ ജോമേട്ടന്റെ കടയിലടാ, ജിയോഗ്രഫിക്കൽ ഏരിയ.